ഓണിയൻ ചട്നി ഉണ്ടാക്കുന്നതിന് നോക്കാം. ഈ ഓണിയൻ ചട്നി ഉണ്ടാക്കുന്നതിന് വെച്ചിട്ടുണ്ടെങ്കിൽ സവോളയും തക്കാളിയും വാളംപുളിയും ചേർത്തിട്ടാണ് ഈ ചട്നി ഉണ്ടാക്കുന്നത്. തക്കാളി ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തക്കാളി ചേർത്തിട്ടുണ്ടെങ്കിൽ ചട്നിക്ക് നല്ലൊരു കൊഴുപ്പുണ്ടാവുകയും ചെയ്യും. പിന്നെ തക്കാളിയുടെ ചെറുതായിട്ടൊരു പുളിരസം ഉണ്ടാവുകയും ചെയ്യും. പക്ഷെ തക്കാളി മാത്രം ചേർത്തിട്ടുണ്ടെങ്കിൽ ചട്നിക്ക് ആവശ്യത്തിനുള്ള പുളി ഉണ്ടാവില്ല. അപ്പോൾ പുളിക്ക് വേണ്ടിയിട്ട് വാളംപുളിയും ചേർക്കണം. ഈ ചട്നി ഇഡ്ഡലിയുടെ കൂടെ അല്ലെങ്കിൽ ദോശയുടെ കൂടെ അല്ലെങ്കിൽ റൈസിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റുള്ള ഒരു ചട്നിയാണ്. ഇത് ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 മീഡിയം സവോള എടുത്തിട്ടുണ്ട്. അത് ഞാനിവിടെ കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 മീഡിയം സവോള എടുക്കുമ്പോൾ ഒരു വലിയൊരു തക്കാളി വേണം. തക്കാളിയും ഞാനിവിടെ കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഉണക്കമുളകാണ്. ഞാനിവിടെ കാശ്മീരി മുളകും സാധാരണ മുളകും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് എടുത്തേക്കുന്നത്. കാശ്മീരി മുളക് ചേർക്കുന്നത് ചട്നിക്ക് നല്ലൊരു റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് ചേർക്കുന്നത്. പിന്നെ സാധാരണ മുളകും കൂടിയിട്ട് ചേർക്കാം. അല്ലെങ്കിൽ കാശ്മീരി മുളക് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, സാധാരണ മുളക് ചേർത്താലും മതി. എരിവിന് വേണ്ടിയിട്ട് മാത്രമാണ് കാശ്മീരി മുളക് ചേർക്കുന്നത്. അപ്പോൾ മുളക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ എരിവിന് വേണ്ടിയിട്ട് കുരുമുളകും കൂടിയും ചേർക്കുന്നുണ്ട്. കുരുമുളക് ഞാനിവിടെ 1.5 ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കടലപ്പരിപ്പും വേണം, ഉഴുന്നും വേണം. കടലപ്പരിപ്പ് 1.5 ടീസ്പൂൺ കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഉഴുന്നെടുത്തിട്ടുണ്ട്. ഉഴുന്ന് 1 ടീസ്പൂണും കടലപ്പരിപ്പും കുരുമുളകും 1.5 ടീസ്പൂണാണ് എടുത്തേക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചിയും വേണം, 2 വലിയ വെളുത്തുള്ളിയും വേണം. ഇഞ്ചി ഇതേപോലത്തെ കുറച്ച് വലിയൊരു കഷ്ണം ചേർക്കാം. ഇഞ്ചി കുറച്ച് കൂടുതൽ ചേർക്കാം, ചട്നിക്ക് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇതേപോലത്തെ 2 വലിയ വെളുത്തുള്ളിയും വേണം. പിന്നെ കറിവേപ്പിലയും വേണം. പിന്നെ വാളംപുളിയും വേണം. വാളംപുളി നിങ്ങളുടെ ചമ്മന്തിയുടെ പുളിക്കനുസരിച്ചിട്ട് ചേർക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ഇതിന് ഓണിയൻ ചട്നി ആക്കാന്ന്. ചട്നി ആക്കാൻ വേണ്ടിയിട്ട് നല്ല കട്ടിയുള്ള ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. ഇതിലേക്ക് ഉഴുന്നും കടലപ്പരിപ്പും കുരുമുളകും കൂടിയിട്ട് ചൂടാക്കിയിട്ടെടുക്കുക. കുരുമുളക് ചേർക്കുക, കടലപ്പരിപ്പ് ചേർക്കുക, ഉഴുന്ന് ചേർക്കുക. കടലപ്പരിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടുകടലയല്ല. പൊട്ടുകടലയാണ് നമ്മൾ മിക്സറൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ചേർക്കുന്നത് പൊട്ടുകടലയാണ്. ഈ പൊട്ടുകടല ഉണ്ടാക്കുന്നത് കറുത്ത കടലയിൽ നിന്നാണ് പൊട്ടുകടല ഉണ്ടാക്കുന്നത്. വെള്ളക്കടലയിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് കടലപ്പരിപ്പ്. ഇതിന് ഹിന്ദിയിൽ ചനാദാൽ എന്നാണ് പറയുന്നത്. അത് ചനാദാൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. ഈ പൊട്ടുകടല നമുക്ക് വെറുതെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത് മിക്സറിൻ്റെ കൂടെയൊക്കെ ഇട്ടിട്ട് കഴിക്കുന്നതാണ് പൊട്ടുകടല. ഇത് നല്ലൊരു ഗോൾഡൻ കളറാവണം. ഇത് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ കളറാണ് മാറിയിട്ട് ഇത് ബ്രൗൺ ആവും. അപ്പോൾ ഇത് ചെറുതായിട്ട് ഗോൾഡൻ കളർ ആകുമ്പോൾ തന്നെ ഇത് നിങ്ങളെടുത്ത് മാറ്റണം. ഗോൾഡൻ കളറായിട്ടിട്ട് ഇതെടുത്ത് മാറ്റാം. അപ്പോൾ ഇങ്ങനെ ചൂടാക്കിയെടുക്കുമ്പോൾ ഓയിലൊന്നും ഒഴിക്കരുത്. ഈ ഉണക്കമുളക് ചൂടാക്കിയിട്ടെടുക്കും. ഉണക്കമുളക് സെപ്പറേറ്റ് ചൂടാക്കുക. ഉണക്കമുളകും നന്നായിട്ട് ചൂടായിട്ടിട്ട് ഇതെടുത്ത് മാറ്റാം. ഇതിലേക്ക് സവോളയും തക്കാളിയും ഇട്ടിട്ട് മൊരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുക. വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. ചൂടായ ഓയിലിലേക്ക് സവോള ചേർക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുക. കുറച്ച് ചെറിയ പീസായിട്ട് ചേർക്കുക. കറിവേപ്പിലയും ചേർക്കുക. ഈ സവോള ഈ ഓയിലിൽ കിടന്നിട്ട് മൊരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറാവണം. അപ്പോഴായിരിക്കും ആ ചട്നിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചിലർ ഇതേപോലെ ചട്നി ഉണ്ടാക്കുമ്പോൾ ഈ സവോള നന്നായിട്ട് മൊരിയിക്കില്ല, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കും. പക്ഷെ മൊരിച്ചെടുക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവാം. ഈ സവോള നന്നായിട്ട് മൊരിഞ്ഞ് കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് തക്കാളി ചേർക്കാൻ വേണ്ടിയിട്ട്. സവോള നന്നായിട്ട് മൊരിയാണ്ട് തക്കാളി ചേർത്തിട്ടുണ്ടെങ്കിൽ ആ തക്കാളിയുടെ വെള്ളം കൊണ്ട് സവോള നമുക്ക് ശരിക്കും മൊരിഞ്ഞ് കിട്ടില്ല. അപ്പോൾ സവോള ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് തുടങ്ങിയിട്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ സവോളയൊക്കെ എപ്പോഴും ഇങ്ങനെ മൊരിച്ചെടുക്കുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ ആ സവോള മൊരിച്ചെടുക്കുന്നതിന് നല്ലൊരു സ്മെല്ലുണ്ടാവും. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. നമ്മൾ എന്ത് കറി കാച്ചി ഒഴിക്കുമ്പോഴായിരുന്നാലും ഇതേപോലെ ഉള്ളി മൊരിച്ചെടുക്കുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. അപ്പോൾ ഒരു നല്ലൊരു സ്മെല്ലുണ്ടാവും ഇതിന്. സവോള മൊരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ഉഴുന്നും കടലപ്പരിപ്പും കുരുമുളകും ഉണക്കമുളകും ചേർക്കാം. ഇതിലേക്ക് നമ്മൾ ആ തക്കാളി കൂടിയും ചേർക്കണതിനും ആ തക്കാളിയുടെ വെള്ളം കൊണ്ട് ഇതൊന്നും മൊരിഞ്ഞ് കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മളിത് നേരത്തെ ഏറ്റവും ആദ്യം മൊരിച്ച് മാറ്റി വെക്കുന്നത്.
ഇതിലേക്ക് വാളംപുളിയും ചേർക്കാം. വാളംപുളി നിങ്ങളുടെ പുളിക്കനുസരിച്ചിട്ട് ചേർക്കാം. കുറച്ച് ചെറിയ പീസായിട്ട് ചേർക്കാം. ചട്നിയൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ല പുളി വേണം. അപ്പം പുളിക്കനുസരിച്ചിട്ട് വാളംപുളി ചേർക്കാം. ഞാനിവിടെ ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള വാളംപുളിയാണ് ചേർക്കുന്നത്. നിങ്ങൾ ചട്നി ഉണ്ടാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോരം വാളംപുളിയാണ് ചേർക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം കൂട്ടിയിട്ട് മിക്സിയിൽ അരച്ച് കഴിഞ്ഞിട്ട് പിന്നെ പുളി കുറവ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് കുറച്ച് പുളിയും കൂടിയും ചേർത്തിട്ട് രണ്ടാമതും അരച്ചെടുക്കുക. ഇതിലേക്ക് തക്കാളി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇത് മൂടി വെച്ചിട്ട് ഈ തക്കാളി നന്നായിട്ടൊന്ന് വേകണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് മൂടി വയ്ക്കാം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് നന്നായിട്ട് ചൂടാറി കഴിഞ്ഞിട്ട് വേണം മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ചൂടോടുകൂടി അരച്ചെടുക്കരുത്. ചൂടോടുകൂടി മിക്സിയിലിട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ മേത്തേക്ക് തെറിക്കും. ചെറുതായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇത് മിക്സിയിലിട്ടിട്ട് ഇപ്പോൾ ചട്നി നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് പകർത്താം. ചട്നി റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കാം. ഇത് നല്ല കുത്തരി ചോറിൻ്റെ കൂടെയൊക്കെയും ഈ ചട്നി കൂട്ടിയിട്ട് ചോറിനാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റായിരിക്കും.